വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 8. യേശു മറുകരെ ഗദരായുടെ ദേശത്ത് എത്തിയപ്പോൾ ശവക്കല്ലറയിൽ നിന്ന് ഇറങ്ങി വന്ന 2 പിശാച് ബാധിതർ അവനെ കണ്ടുമുട്ടി. ആർക്കും ആ വഴി സഞ്ചരിക്കുവാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരികളായിരുന്നു. അവർ അട്ടഹസിച്ച് പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു? സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കുവാൻ നീ ഇവിടെ വന്നിരിക്കുന്നുവോ? അവരിൽ നിന്ന് അല്പം അകലെ വലിയൊരു പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു. പിശാചുക്കൾ അവനോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് പോകുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക. അവ പുറത്തു വന്ന് പന്നികളിൽ പ്രവേശിച്ചു. പന്നിക്കൂട്ടം മുഴുവൻ തൂക്കാംകുഴിയായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നി മേയ്ക്കുന്നവർ ഭയന്നു ഓടി പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിശാച് ബാധിതർക്ക് സംഭവിച്ചതും അവർ അവരെ അറിയിച്ചു. അപ്പോൾ പട്ടണം മുഴുവൻ യേശുവിനെ കാണാൻ പുറപ്പെട്ടു വന്നു. അവർ അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വിമോചനത്തിൻ്റെ സുവിശേഷം ധ്യാനിക്കാം. ഇന്നേ ദിവസം സുവിശേഷത്തിലൂടെ യേശു പിശാച് ബാധിതരായ 2 വ്യക്തികളെ, ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത, എല്ലാവർക്കും അപകടകാരികളായിരുന്നവരെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. പിശാചിൻ്റെ ശക്തിക്ക് മേൽ യേശുവിന് അധികാരമുണ്ട്. യേശു അധികാരത്തോടു കൂടി ശാസിക്കുകയും പിശാച് അവരിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു. ക്രിസ്തു വിമോചകനായിട്ടാണ് ഭൂമിയിൽ അവതരിച്ചത്. അന്ധർക്ക് കാഴ്ചയായി, ബധിരർക്ക് കേൾവി ശക്തിയായി, ബന്ധിതർക്ക് മോചനമായി. പൈശാചിക ശക്തിയാൽ ബന്ധനസ്ഥനായിരുന്ന അവരെ യേശു തൻ്റെ കൃപയുടെ ശക്തിയാൽ വീണ്ടെടുക്കുകയും സ്വതന്ത്രമാക്കുകയും ചെയ്തു. അവർ പിന്നീട് ഒരിക്കലും ആ ബാധയാൽ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ ഇടയാകാത്ത വിധം ക്രിസ്തു അവരെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തുകയും അവർക്ക് സാക്ഷികളാകുവാൻ കൃപ നൽകുകയും ചെയ്തു. പിശാച് ബാധിതരായ മനുഷ്യർ നിലവിളിക്കുന്നത് നമ്മൾ കേട്ടു. ദൈവപുത്ര, നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കുകൂടിയാണിത്. മക്കൾ മാതാപിതാക്കളോട് പറയുന്നു, ഞങ്ങളുടെ കാര്യങ്ങളിൽ എന്തിനാണ് നിങ്ങൾ ഇടപെടുന്നത്? സമൂഹത്തിലും നമ്മൾ അപ്രകാരം കേൾക്കാറുണ്ട്. അധികാരികൾ നമ്മോട് ആവശ്യപ്പെടുമ്പോഴും, സഭ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴും, നമ്മുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിന് ഇടപെടുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഇത് ഒരു തിന്മയുടെ ചോദ്യമാണ്. കാരണം നമ്മളെല്ലാവരും നന്മയാൽ വീണ്ടെടുക്കപ്പെടണമെന്നും രക്ഷപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ പിശാച് അത് ആഗ്രഹിക്കുന്നില്ല. പിശാച് ആഗ്രഹിക്കുന്നത് നാം രക്ഷപ്പെടരുതെന്നും സത്യമാർഗം സ്വീകരിക്കരുതെന്നും നാം ദൈവമക്കളുടെ സ്വാതന്ത്ര്യവും നിത്യരക്ഷയുടെ കൃപയും അനുഭവിക്കരുത് എന്നുമാണ്. അപ്പോൾ നാം തിരുത്തപ്പെടാതിരിക്കാനും തുടരുന്ന തിന്മയിൽ തുടരാനും നമുക്കെപ്പോഴും പ്രേരണ നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ക്രിസ്തു ശാസനാപൂർവം തിന്മയുടെ ശക്തിയെ അതിജീവിക്കുകയാണ്. മാതാപിതാക്കളിലൂടെ, തിരുസഭയിലൂടെ, അധ്യാപകരിലൂടെ, സമൂഹത്തിലെ നന്മ നിറഞ്ഞ വ്യക്തികളിലൂടെ നമുക്ക് ലഭിക്കുന്ന തിരുത്തലുകൾ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാൻ നമ്മൾ മനസ്സാകുമ്പോൾ മാത്രമാണ് നമ്മിലെയും തിന്മയുടെ ശക്തികൾ ദൂരെ അകറ്റി നിർത്തുവാനും പിശാചിന് ഇടം നൽകാതിരിക്കുവാനും നമുക്ക് സാധ്യമാവുക. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം സങ്കടകരമായ ഒരു അനുഭവമാണ്. യേശു ആ ദേശത്തിൽ നന്മ ചെയ്തിട്ടും ആ ദേശവാസികൾ യേശുവിനോട് ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ ദേശം വിട്ടു പോകണമെന്നാണ്. ക്രിസ്തു യാതൊരു സങ്കോചമില്ലാതെ അപ്പോൾ തന്നെ ആ ദേശം വിട്ടു പോവുകയും ചെയ്യുന്നു. സത്യത്തിൽ അവർ നഷ്ടപ്പെടുത്തിയത് രക്ഷയുടെ ആത്മീയ അനുഭവത്തെയാണ്. ക്രിസ്തു പരിഭവം കൂടാതെ ആ ദേശം വിട്ടു പോകുമ്പോൾ ആ ദേശത്തിന് നഷ്ടമാകുന്നത് സ്വർഗീയമായ കൃപയുടെ സാന്നിധ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട്, അവിടുത്തെ അകറ്റി നിർത്തിക്കൊണ്ട് രക്ഷ സ്വന്തമാക്കാനാകില്ല.
ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കുവാനും നിത്യരക്ഷയുടെ സമ്പൂർണ്ണ കൃപ ക്രിസ്തുവിലൂടെ സ്വന്തമാക്കുവാനും വേണ്ട അനുഗ്രഹത്തിനായി ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.